ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടല്ലോ കയ്പ്പയാട്ടോ കറി വെക്കുന്നത്. അപ്പം ഞാനിതാ കയ്പ്പ കറി വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിതുണ്ടല്ലോ റൗണ്ടിലാട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറി വെച്ചൊന്ന് നോക്കാത്തവർ നോക്കിക്കൊണ്ടിട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ കയ്പ്പ ഇങ്ങനെ കറി വെച്ചാൽ. ഞാൻ ഉണ്ടല്ലോ ഈ കയ്പ്പ കറി വെക്കുന്നത് പരിപ്പിട്ടിട്ടൊന്നല്ല കേട്ടോ, പരിപ്പൊന്നും ഇല്ലാണ്ട് ഒരു തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ കറി വെക്കുന്നത്. അപ്പം ഞാനിതൊന്ന് മുറിച്ചെടുക്കട്ടെ. ഇതൊക്കെ മുറിച്ചെടുത്ത് ഞാൻ കുറച്ച് വെള്ളം പാർന്ന് അവിടെ കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ തേങ്ങയൊക്കെ ചിരകി എടുത്തിരുന്നു കേട്ടോ. തേങ്ങയിൽ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ജീരകവും ചേർത്തിട്ടാട്ടോ വറുത്തെടുക്കുന്നത്. അങ്ങനെ അത് വറുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേ പാനിൽ തന്നെ ഞാൻ മുറിച്ച് വെച്ച കയ്പ്പൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വാട്ടിയെടുക്കട്ടെ. വാടി വന്നപ്പോൾ ഞാനത് മാറ്റി ഒരു കറി വെക്കുന്ന പാത്രത്തിൽ ഞാനൊരു തക്കാളിയും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനിതാ അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച കയ്പ്പയ്ക്ക കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനി ഒരുപാട് നേരം വേവിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ, വാട്ടി വെച്ചതിനെ കൊണ്ട് തന്നെ കയ്പ്പയ്ക്ക. അങ്ങനെ പിന്നെ ഒക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിതാ അരച്ച് വെച്ചിരുന്ന തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കട്ടെ. തിളച്ച് വന്നപ്പോൾ ഞാനിതാ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാന് വെച്ച് ഞാൻ അതിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനതാ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. കുറേ വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. നമ്മൾ തേങ്ങ വറക്കുന്നതിലും കയ്പ്പയ്ക്ക വാട്ടുന്നതിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. അപ്പം പിന്നെ ഇനി ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടല്ലോ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്ത് കിട്ടും. പിന്നെ വറവിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഇന്ന് മീൻ കിട്ടിയത് കണമീനാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആകെ 2 എണ്ണം തന്നെ മേടിച്ചിട്ടുള്ളൂ. ഇത് വറക്കാൻ വേണ്ടി മേടിച്ചതാട്ടോ. കറി നമ്മൾ കയ്പ്പയ്ക്ക വെച്ചല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. ചില സമയങ്ങളിലുണ്ടല്ലോ ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് മുറിച്ചിട്ട് തരും കേട്ടോ അവർ. ഇന്ന് മുറിച്ചിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ മുറിക്കാണ്ട് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നാക്കി എടുത്തിട്ടുണ്ട് കഴുകി. ഇനി ഇതാ ഞാനൊന്ന് വറുത്തെടുക്കട്ടെ. അതിനൊരു പാന് വെച്ച് കൊടുത്തു. ഞാൻ ഉണ്ടല്ലോ ഇത് വറക്കുന്നതിലും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമല്ലാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊന്നും ചേർക്കില്ല കേട്ടോ. പിന്നെ ഓയിലാട്ടോ വറുത്തെടുക്കുന്നത്, വെളിച്ചെണ്ണയിലല്ല ഓയിലാണ്. ഞാൻ മീനൊക്കെ വറുക്കൽ ഓയിലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വറുത്തെടുത്ത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ് ബായ്.